സോ ഹലോ ഗൈസ്, എല്ലാം കാണുന്ന ഇന്ത്യ സ്ക്രീനിൽ അടുത്തൊരു മൈൻക്രാഫ്റ്റ് അല്ല ഗ്രാനി. യെസ്, മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേ വായുന്നോളൂ ഗീസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നടന്ന ഗ്രാനിയുടെ അടുത്തൊരു എപ്പിസോഡിലൊക്കെ ഗൈസാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന ഗ്രാനി 3 ആണ് ഗീസ്. ഓക്കെ, നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുവരെ വീഡിയോ ഇടായിരുന്നത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഗീസ്. ഓക്കെ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ഇടുന്നത്. ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഈ സെഗ്മെൻറ്റ്. വീഡിയോ നമുക്ക് കണ്ടിന്യൂസ് ഇടാം. അപ്പം അങ്ങനെ തന്നെ വീഡിയോ കിടക്കാം. അപ്പം വീഡിയോ കിടക്കുമ്പോൾ ഇപ്പോൾ തന്നെ ചാനലിൽ പുതിയതായിട്ട് വരുന്നവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾ ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഇൻട്രോ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിതുവരെ വീട്ടിലോട്ട് കയറി പോകുന്നു ഗീസ്. എടാ, ഇവന് വേറെ സോക്കുകളാണോ ഉള്ള പെണ്ണുമ്പോളെ വീട്ടിലോട്ടൊക്കെ കയറി പോകുന്നു. ചേറ്റമ്മു, ഗേറ്റ് കൂട്ടി. ഇവര് വെന്തോത്തിൻ്റെ സോക്കടായിരുന്നു. ഓക്കെ ഗീസ്, ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും കണ്ടില്ല ഗീസ്. കളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം ഐഡി വെച്ച് കളിക്കുകയാണ് ഗീസ്. എനിക്ക് അറിയത്തില്ല ഇത് എസ്കേപ്പ് ചെയ്യാൻ പറ്റും നോക്കാം. പിന്നെ അത് ഗ്രാനി മാത്രമേ ഉള്ളൂ ഗീസ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തീർന്നു ഗീസ്, നമ്മൾ തീർന്നു. ഓക്കെ, ഗ്രാനി മാത്രമേ ഉള്ളൂ ഗീസ്. ഓക്കെ, ഗ്രാൻഡ് പാ അടുത്ത വീഡിയോ ഇതിൽ ഗ്രാൻഡ് പാ ആണോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നിങ്ങൾ തുടങ്ങാം. സോ കയറിപ്പോന്നു. ഇപ്പോഴായിരിക്കും അവർ പുറകിൽ നിന്ന് അടിക്കുന്നത്. ഓ അപ്പാപ്പൻ, ഹലോ, എത്ര നാളായി കണ്ടിട്ട്. അയ്യോ, അടിച്ചിട്ട് കള്ളക്കളവൻ. എന്തായാലും കള്ളക്കളവൻ അതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം ഇച്ചിരി സിമ്പിൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ 1 ഗെയിംസ് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു ജയിക്കില്ലെന്ന് ഞാൻ അറിയത്തില്ല, നോക്കാം. ഞാനിത്തിരി വ്യത്യാസമുണ്ടല്ലോ, നല്ല വ്യത്യാസമുണ്ട്. ഇതൊന്ന് പോലീസ് സ്റ്റേഷനാണോ, ജയിലൊക്കെ തുറക്കാൻ പറ്റും. അതോടെ വോയിസ് അവിടെ നിന്ന് സാധനം നടക്കുന്നു. അത് നിൽക്കും. ഓക്കെ, നമുക്ക് തുറക്കാം. പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗ്രാനി വരും, എനിക്കിനി ഗ്രാനി വരുമില്ലെന്ന് നോക്കാം. ഞാൻ സൗണ്ട് ചേച്ചി കൂട്ടിയിട്ടോട്ടെ. ഓക്കെ, ഗ്രാനിയുടെ സൗണ്ട് ഞാൻ കേൾക്കാം. ഗ്രാനി വരുമോ? ഇല്ലെന്ന് തോന്നല്ലേ. കഥമൊക്കെ തുറന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വരുമായിരിക്കും. എൻ്റെ മുന്ന് കാണുമ്പോളെ വരുന്നെങ്കിൽ വാ. അവിടെ നേരെയായിട്ട് ഞാനിവിടെ ഇരിക്കുന്നു. ഇവരെവിടെ പോയി കിടക്കൂടാ ഗൈസ്. നമുക്ക് വെച്ച കാലം മുന്നോട്ട് ഗൈസ്, അത്രയേ ഉള്ളൂ. ഒറ്റ വേണ്ടി തുറക്കാം. തുറക്ക്. ഓക്കെ, തുറക്കടാ. ഗ്രാനിയോട് പോകാൻ പറയാം. എന്നൊക്കെ നമ്മൾ എത്ര കണ്ടോ. ഇത് തോന്നോ അവിടെ തുറന്നിട്ടേക്കുന്നു. എൻ്റെ അമ്മ, വരത്തില്ലെന്ന് തോന്നി. നമുക്ക് എന്തെങ്കിലും പോവാം. പേടിയൊന്നും ഇല്ല ഈ പേടിയൊന്നും ഇട്ടില്ല. അത് നോക്കുന്നത്. ഓ ശരി അമ്മോ, പുള്ളിക്കാരൻ നമ്മളെ പോലെ വന്നതെന്ന് തോന്നുന്നു. ഇതേ വടിയേട്ട് കിടക്കുന്നു. എടാ ഗ്രാനി, എടാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഗ്രാനി? ഓരോ കഥയൊക്കെ തുറന്ന് നടക്കുന്നു. ഗ്രാനി ഇങ്ങോട്ടോ വന്നിട്ടുണ്ട്. അതെ, എനിക്ക് ഈ എടീ കഥയൊക്കെ തുറന്ന സൗണ്ട് പെണ്ണുമ്പോഴാണ് കേൾക്കൂടാ. അപ്പോൾ വിളിച്ചിരിക്കുന്നത്.
പേടിയൊന്നായിട്ടില്ല കേസ്. ഒക്കെ കാണുമ്പോഴൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടതാ. പേടിയൊന്നായിട്ടില്ല കേട്ടോ. ഉള്ളിലൊരു ഭയം ഇത്രേ ഉള്ളൂ. അതിനിടയ്ക്കൂടെ ഈ ഗെയിമിൻ്റെ BGM കൂടെ മനുഷ്യനെ പേടിപ്പിക്കുന്നത്. പോയോ അമ്മച്ചി? അടിക്കല്ല അമ്മച്ചി, പാവമാണേ. മാസ്റ്റിക്ക് കിട്ടി. നമ്മൾ വെളിയിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇപ്പോൾ പെണ്ണുമ്പോൾ എവിടെ നിന്നാലും ഞാൻ കാണാൻ പറ്റുമേ. ആ കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്നു നോക്കാം. ഒന്നുമില്ലേ? നമുക്കൊന്നുമില്ല. നമുക്ക് ഈ കാർ എടുത്തിട്ട് പോകാൻ പറ്റുമോ? എനിക്കറിയത്തില്ലേ. നമുക്കൊരു മാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഇതെടുത്തോണ്ട് പോവാം. നമുക്ക് ഈ ഗേറ്റ് എസ്കേപ്പ് ചെയ്താലോ? അത് ഗേറ്റ് എസ്കേപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്കെന്തായാലും നോക്കാം. തിളങ്ങി നടക്കുന്നു. എടുക്കാൻ പറ്റുമോ? സ്റ്റോണോ? കണ്ടില്ല കണ്ടില്ല. അയ്യോ പൊട്ടത്തി കണ്ടില്ല. പെണ്ണുമ്പള പുറകോട്ട് തിരിഞ്ഞു നോക്കൂ. പെണ്ണുമ്പള അങ്ങോട്ട് പോയിട്ടുണ്ട്. ചേട്ടാ അവര് വീണ്ടും അകത്ത് പോയി കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ നിൽക്കുന്നതായിരിക്കും സേഫ് അല്ലേ? പെണ്ണുമ്പള തിരിഞ്ഞു വന്നാൽ നമ്മൾ പെട്ട് ശരിക്കമ്മോ. ഈ പുറകിനെക്കാൾ വന്ന് അടിക്കുമോ? പെണ്ണുമ്പോൾ അങ്ങനത്തെ ഇതാ, പുറകിനൊക്കെ വന്ന് അടിക്കും. കത്തിക്കുന്ന തിരിയും കിട്ടി, മാസ്റ്റിക്കും കിട്ടി. ഇതെന്താ ചെയ്യണ്ടേ? ഇതെന്ത് ലിഫ്റ്റാണോ? കേട്ടോ വേറെവിടെ വിളിച്ച് ചവിട്ടി കെട്ടി പെണ്ണുമ്പോൾ വരുവോളാം. ബാരൽ ഫുൾ ഓഫ് ആസ്പർ അതിനും അറിയാമല്ലോ. ഇന്നപ്പം തോന്നല്ലേ ഇവിടെ വെപ്പൺ കീ. ഇവിടെ ആ ഡ്രോപ്പ് ചെയ്ത സൗണ്ടാ പെണ്ണുമ്പോളെ കേൾക്കൂടാ. നമുക്ക് വെപ്പൺ കീ കിട്ടി. എടാ വെപ്പൺ കീ എവിടെ അറിയോ? നമുക്ക് റൂമൊക്കെ ചെക്ക് ചെയ്താലോ. കഷ്ടപ്പെടി ലിഫ്റ്റിനകത്ത് കയറാം. ലിഫ്റ്റൊക്കെ അങ്ങ് പോയി കിടക്കുന്നു. അയ്യോ 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 ലിഫ്റ്റിനകത്ത് കയറാൻ പറ്റത്തില്ല. പെണ്ണുമ്പിള്ള വന്ന് അടിക്കും. ഇവിടെ പെണ്ണുമ്പിള്ള എൻ്റെ പുറകെ ഇല്ലേ? പെണ്ണുമ്പിളായിട്ട് കറക്കാൻ കിടന്നേരം ഓടി 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 ഓടി. വെപ്പൺ നമുക്ക് വെപ്പൺ കിട്ടി. സ്മൈലി ഇനി പെണ്ണുമുള്ള അന്തിയോ പെണ്ണുമുള്ള ഇങ്ങോട്ട് വരുമോ? ആ തോന്നി തോന്നി എനിക്ക് അപ്പോഴേ തോന്നി. ആ ഞാൻ ഒളിച്ചത് ഭാഗ്യം. ഓടി
പെണ്ണുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. പെണ്ണുമ്പോൾ എവിടെ തിരിച്ചു വരുമോ ഗൈസ്? നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്ന് എനിക്ക് പേടി. അത് ഒരു കാര്യം, വെപ്പൺ എടുത്തിട്ട് നമുക്ക് ആ പെണ്ണുമ്പോൾ തട്ടിയാലോ? വെപ്പൺ എടുക്കും. വാടി പന കളവി. ഇവിടെ ഒന്നും ഇല്ല. കാര്യം നമുക്ക് താഴെ പോയി കല്ല് കളക്ട് ചെയ്താലോ? പെണ്ണുമ്പളെ വടിയൊക്കെ നമുക്ക് താഴെ പോയിട്ട് കല്ല് കളക്ട് ചെയ്യാം. അവിടെ ഇപ്പോഴെ പെണ്ണുമ്പളെ ട്രാപ്പ് ഇട്ടിട്ട് പോയിരിക്കുന്നു. നമുക്ക് കാര്യം ചെയ്യും, നമുക്ക് ഈ കല്ല് കളക്ട് ചെയ്യാം. ഇവിടെ എന്നാലും നമുക്ക് പെണ്ണുമ്പളെ മണ്ടക്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ പെണ്ണുമ്പളെ മണ്ടക്കിട്ട് ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കൊടുക്കാം. ഈ സ്റ്റോട്ടൊരു കല്ലുണ്ട്. ഇതും കളക്ട് ചെയ്യാം. പെണ്ണുമ്പളെ വരത്തില്ലെന്ന് തോന്നുന്നു. ആ ഓക്കെ. ഇനിയും വാ എവിടാ? എന്ത് ചെയ്യും പെണ്ണുമ്പള? എനിക്കൊന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ഗ്രാൻഡ് കളിച്ചോണ്ടിരിക്കും. ഇതുവരെ എനിക്ക് എസ്കേപ്പ് ചെയ്യണം ചെയ്തില്ല. ഇന്ന് എനിക്ക് എസ്കേപ്പ് ചെയ്യണം. എവിടെ പെൺപിള്ള? എന്ത് ധൈര്യം കൊണ്ട് മുമ്പിൽ വാടി. മുമ്പ് പെണ്ണുമ്പിള്ള എൻ്റെ മുമ്പിലൊക്കെ എന്നെ അടിക്കാൻ വന്നാൽ കണ്ടായിരുന്നു. ഇന്നെന്താ വരുന്നില്ലേ? പേടിച്ചു. അതാണോ കാലക്കിട്ടോ? അയ്യോ ഒരെണ്ണം പോയടോ. ഈ സമയം കൊണ്ടേ നമുക്ക് പോയി നമുക്ക് നോക്കണം. ഇത് റൂമുണ്ടല്ലോ. ചെടി ഈ ചെടി വെച്ചിട്ട് യൂസ് ചെയ്യണ്ടേ? സെൻട്രലിനോട് ഇതല്ലേ? അവിടെ ഇവിടാണോ മറ്റേ ഈ ഇരിക്കണ്ടേ? നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടേക്കാം. എന്നാൽ പോയിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് വരാം പ്ലീസ്. എനിക്ക് മറ്റേ ഇതിൻ്റെ കത്തിക്കുന്ന സാധനം ചെല്ലുമ്പോഴുള്ള 1 മിനിറ്റിൽ ഏതായാലും ചത്തിടക്കുമെന്നാണ് ഈ പറഞ്ഞത്. അറിയത്തില്ല, സമയമായിട്ടില്ല. നമുക്ക് ഞാൻ എടുത്തോണ്ട് വരാം. ആ തിരി ഫസ്റ്റ് എടുക്കട്ടെ. അതെ ഇവിടെ ഉണ്ട്, തടി ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഈ ഗിഫ്റ്റ് അത് ഡ്രോപ്പ് ചെയ്യാം. ഇത് കുറച്ച് ഗിഫ്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ട്. അതൊന്ന് കുറച്ച് കിട്ടും. എടാ എൻ്റെ മാസ്റ്റിക് അവിടെ പോടാ. എൻ്റെ മാസ്റ്റിക് പോയി. നമ്മളൊക്കെ ഒരു ഓക്കെ മാസ്റ്റിക് കിട്ടി. ഇതിനൊക്കെ ആളെ കൊണ്ട് കത്തിച്ച് കൊടുക്കുന്നു. എന്താ സംഭവിക്കാൻ കിട്ടിയിട്ടില്ല. അയ്യോ നോക്കി വെപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എണ്ണിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ നമുക്കിന്നെ മണ്ടക്കോട്ടൊന്നും പോകണം കേട്ടോ. ഞാനിതുവരെ മണ്ടക്ക് കിട്ടില്ല. പോട്ടെ. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഗൈസ് ഇതിനകത്താണോ ചെടിയെ കൊണ്ടുണ്ടേ? ഓക്കെ പെണ്ണുമ്പോൾ ഇന്നീൻ്റെ സമയമായി. നമുക്ക് ഈ സാധനം ഡ്രോപ്പ് ചെയ്തിട്ട് ആ ചെടി പൊട്ടി കൊടുക്കേണ്ടി വരാം.
പെണ്ണുമ്പിള്ള ഈ ശബ്ദം കിട്ടുന്ന വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഓക്കെ ചെടി എടുത്തുകൊണ്ട് വന്നാലോ? ഈ പെണ്ണുമ്പിൾ ഇവിടെ ഉണ്ട്. ഈ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ. ഇവിടെ എവിടെയോ ഉണ്ട്. ഈ പെട്ടെന്ന് എടുത്ത് പെണ്ണുമ്പിളെ ചിരിക്കുന്നത്. പെണ്ണുമ്പിളെ ചിരി ഞാനിപ്പോൾ കറക്കി തരാം. എവിടെ പെണ്ണുമ്പിള്ള? വേറെ അറിയൂ. ഈ വട്ടം ഞാൻ അയച്ചേക്കുന്നത് വേറെ അറിയൂ. ഈ പെണ്ണുമ്പിളെ ഉറക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ ബാക്കി കളക്ട് ചെയ്യാം. പെണ്ണുമ്പിള ഇവിടെ എവിടെ ഉണ്ട്, പക്ഷെ അടുത്തോട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ചെറുതെ വള്ളി എടുക്കണ്ട. ആക്കുണ്ടല്ലോ പോയിട്ട് മറ്റേ സാധനം കളക്ട് ചെയ്തുകൊണ്ട് വരാം. ആ ചെടി ഞാൻ എവിടെ കണ്ടേ? അത് പറഞ്ഞു. ചെടി ഞാൻ എവിടെ വെച്ചത്? ഏറ്റവും താഴെയാണ് ഞാൻ ആ ചെടി കണ്ടത്. നോക്കി ആ ചെടി എടുക്കുന്നത്. പോട്ടെ ഞാൻ എനിക്കൊന്നും എന്ത് പറഞ്ഞു താഴെയാണ് ഇത് കണ്ടത്. അത് ആ പെണ്ണുമ്പിള്ള ഉണ്ടെന്നാണ്. പെണ്ണുമ്പിള്ള അടുക്കളയിലെ കാണത്തോളൂ. ഇവിടെ ഇല്ല ചെടി. അയ്യോ അപ്പം ഞാൻ എവിടെ ഞാൻ കണ്ടേ? അവിടെ ഞാൻ എവിടെ കണ്ടോ ആ ചെടി? എനിക്ക് മണ്ടക്കാണോ ഇത്? കോട്ടങ്ങോട്ട് ആ ഈ ഫ്ലോറിൽ നോക്കുന്നത്. അയ്യോ ആറുള്ളതല്ലേ കറങ്ങണ്ട. പെണ്ണുമ്പളെ എന്തെങ്കിലും ഇങ്ങോട്ട് വരത്തില്ല. ഈ അവര് പറയും എവിടെ ചെടി കണ്ട്. ഞാൻ ആ ചെടി എവിടെ ഞാൻ കണ്ടാ? അതെ ഇവിടെ ഉണ്ട്. പെണ്ണുമ്പിള്ള കണ്ട്. അല്ല കുറെ നാളായി. പെണ്ണുമ്പിള്ള എന്താ വിചാരിച്ചു? ഞാൻ ഇത്തിരി മൂവാണ്. കടത്തേൻ്റെ വീടാണ്. മാറി പെണ്ണുമ്പിള്ള കല്ലും ചെയ്യുന്നതിൻ്റെ വന്നോളൂ. ഇതൊക്കെ ഒളിച്ചുള്ള സ്ഥലത്ത് സ്ഥലമല്ലേ? ഇവിടെ ഒന്നും ഇല്ല. എന്തൊരു കൊട്ടാരമാണോടാ? അതൊരു കൊട്ടാരം. നമുക്കിതൊരു ആവശ്യ സാധനങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഇവിടെ മറ്റേ പ്ലാങ്ക് കാണാം. പ്ലാങ്ക് എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഒരു കോണി ഉണ്ടല്ലോ. ഓ ഇത് മണ്ടക്കടി ഞാൻ കിട്ടി. അവിടെ ഇത് ചാടാൻ പറ്റത്തില്ലേ? അപ്പം അന ലെറ്റ് കാണാം. അവിടെ എനിക്ക് ഇല്ലാതെ ഇട്ട് കൊടുക്കാം. ഹലോ എന്താ സാധനം? സേഫ്റ്റി ഇതെവിടെ? ഇതൊരു ബാത്റൂമിലാണ് തോന്നുന്നത്. സേഫ്റ്റി ഒന്നൊക്കെ നമ്മൾ ചാവും, ഇല്ലെങ്കിൽ നമ്മൾ കളി വെക്കും. ഇതിൽ ഒന്നെന്തെങ്കിലും സംഭവിക്കും. എടാ ഇതിന് സേഫ്റ്റി എവിടെ?
സേഫ്റ്റി ഇവിടെ അതാ അപ്പാപ്പൻ്റെ റൂമ്. സേഫ്റ്റി വേണം. ഇത് അപ്പാപ്പൻ്റെ റൂമ്. അവിടെ ഒരു കുടം. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റേ പ്ലാങ്ക് വേണമെങ്കിൽ നമുക്ക് മണ്ടയ്ക്ക് താഴോട്ട് കാണാം. അവിടെ വെച്ചോണ്ട് നല്ലത്. അപ്പം പെണ്ണുമ്പിള്ളി മിക്കവാറും ഇന്നിച്ചാണ് എനിക്കറിയാം. സേഫ്റ്റി അയ്യോ ഇപ്പോഴോ പൊട്ടത്തരം കാണിച്ച്. ഡേ 4 വരെ ആയിരിക്കും കേസല്ലേ, എനിക്കറിയത്തില്ല. വീണ്ടും വിളിച്ച് ആ പൊട്ടത്തരം കാണിച്ചാ ഉറക്കം കിട്ടും. അതേപോലെ നമുക്ക് ആ ട്രെയിനിൻ്റെ അവിടെയൊക്കെ പോയി നോക്കാം. അവിടെ അവിടെ താഴെ ഒരു ഗുഹ വലിയ സാധനമുണ്ട്. തുറക്ക്. അവിടെ മണി ഉണ്ടോ? മണി ഉണ്ടോ അവിടെ? അയ്യോ പറ്റ പ്ലാൻ കിട്ടി. പെണ്ണുമ്പോഴെന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നു. പെണ്ണുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകല്ലേ. അതേ വഴിയല്ലേ. പെണ്ണുമ്പോൾ ഇങ്ങോട്ട് വാ. ഞാൻ എനിക്ക് ഒരു ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കിടന്നൊരു ആടിനല്ല ശബ്ദം ഉണ്ടായിക്കൊണ്ട് റോബോട്ട്. പെണ്ണുമ്പോൾ ഇന്നെങ്ങാനും കയറി. ഹലോ വെള്ളിമുത്തശ്ശി, എങ്ങാനും വരുമോ? തിരിച്ചു പോയെന്ന് തോന്നുന്നു. അയ്യോ അതൊരു ജംസ്കെയറായിരുന്നു. ഇതാ നോക്ക്, പെണ്ണുമ്പോൾ ഇങ്ങോട്ട് വരുത്തി മതി. എന്നിട്ട് അങ്ങോട്ട് പോകും. പെണ്ണുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകും. എന്നാ ചെയ്യണത്? എൻ്റെ ഐഡിയ ഒരു ഇത് തന്നെ. അപ്പോൾ നേരെ മേലോട്ട് പോകാം. ഇവിടെ മറ്റേ ഇവിടല്ല ആ മാറിപ്പോയി. ഇവിടെ കറിയിലേക്ക് പൊട്ടത്തരം കാണിക്കാതാണ് ഈ സമയത്തൊക്കെ സമയത്ത് പോണാൻ കൂട്ടി. എന്താ കാണിക്കുക? ഇങ്ങോട്ട് പോവാം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ പൊട്ട പോവാൻ പൊട്ടത്തരം കാണിക്കും. അങ്ങോട്ട് പോവാം. ഇവിടെ ബ്രിഡ്ജ് പ്രാങ്ക്. ഇതെൻ്റെ ബ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നില്ലേ? വണ്ടോ നമുക്കത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് എസ്കേപ്പ് ചെയ്യാം. ആ പെണ്ണുമ്പോൾ മണ്ടക്കോട്ട് പോയി കയറിക്കാൻ ഞാൻ കണ്ടു. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം. ഐഡിയ ആ സേഫ്റ്റി ഇവിടെ കണ്ടില്ല. ഓക്കെ, നമ്മൾ പാലം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ സേഫ്റ്റി തന്നെ വന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എന്നെ വെപ്പണം ചെയ്യാൻ. വെപ്പണാണ് ലാസ്റ്റ് വെപ്പണ് മറ്റേ മണ്ടൊക്കെ അങ്ങനെ കിടക്കില്ല.
കാണുന്നു. വെപ്പൺ മറ്റേ മണ്ടക്കാലം അടക്കുക. വെപ്പണില്ലാതെ പെണ്ണുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇവിടെ ഷെഡിക്ക് എവിടെ ടെസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഷെഡിലോട്ട് പോയിട്ട് കാര്യമില്ല. അതൊരു കാര്യം നോക്കാം. വെപ്പൺ പോയിട്ട് നടക്കേണ്ടത് എവിടെയാണ് വെപ്പൺ ഇട്ട് എവിടെ അറിയിച്ചില്ല. ഇവിടെ എപ്പോഴൊക്കെയോ പോയി തന്റെ വെപ്പണം കാണുന്നില്ല. അതെ ഇനി പെണ്ണുമുള്ള കേട്ടോ. പിന്നെ താഴെപ്പെട്ട് രണ്ട് നോക്കില്ലേ. അവിടെ സൗണ്ട് അവിടെ പെട്ലോക്കി കണ്ടായിരുന്നു. ഓ അത് ചെയ്യാണല്ലോ. ഇവിടെ മറ്റേ ഇലക്ട്രിസിറ്റി വെച്ച് അവിടെയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഫ്യൂസ് വേണം. അറിയാമെന്നൊന്നും ചെയ്യാൻ നമ്മുടെ അടുക്കള കാണില്ല. സേഫായിട്ട് കളിക്കണം. തലയ്ക്ക് തന്നെ അങ്ങനെ എന്നെ മാത്രം പുറകിൽ നിന്ന് അടിക്കണ്ടേ. ഇവിടെ എന്തൊക്കെ കഴിയും പെണ്ണുമ്പുള്ള ഇവിടെ മഴ കിടക്കാണ്. ഇവിടെ പെട്ലോക്ക് വേണം. അതിലൂടെ പെട്ലോക്ക് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു അപ്പാപ്പം മാത്രം കിടപ്പുണ്ട്. ഇവിടെ ഒന്നുമില്ല. നമുക്ക് സേഫ്റ്റി ഉള്ളതാ യൂസ് ചെയ്യേണ്ടത്. ഞാൻ അതാണ് ഇപ്പോഴും പറ്റുന്നത്. ഇവിടെ പെട്ലോക്ക് യൂസ് ഒന്നുമില്ല. അപ്പം നമുക്ക് സ്റ്റോണൊന്നും കളക്ട് ചെയ്യേണ്ട വരുന്നത്. വെപ്പൺ എടുക്കുന്നത് ഇവിടെ വെപ്പണം തപ്പി പോകണമല്ലോ. ടവർച്ച് 2 മിനിറ്റ് ഓഫായി കിടന്നു നോക്കട്ടെ. പിന്നീട് ആയിരിക്കും അമ്മ അതിന് സൂക്ഷിച്ച് കളിച്ചാൽ നമുക്ക് കൊള്ളാം. ഞങ്ങളുടെ വെപ്പൺ എടുക്കട്ടെ. എടുത്തിട്ട് നമുക്ക് മറ്റേ പെണ്ണുമ്പുള്ള ആ കുടമില്ലേ, 2 കുടം അങ്ങോട്ട് ഈ ഒരു സാധനമാണ് നമുക്ക് ആക്ടിവേറ്റ് ആക്കട്ടെ. ഇവിടെ നോക്കി ഫ്യൂസ് വെക്കണം. ഇതാദ്യം ചെയ്യാം. അത് വെച്ച് സ്റ്റോൺ കളത്തിട്ടുണ്ട്. എൻ്റെ കുപ്പിയെല്ലാം അടിച്ച് താഴെ കളി.
എൻ്റെ ഓർമ്മ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഒരു കഞ്ഞി എക്സ്ട്രാ എടുത്തു. അപ്പോൾ പെണ്ണുമ്പിള്ള വരുവാണെങ്കിൽ ആ പെണ്ണുമ്പിള്ള കറക്റ്റ് പിടിക്കും. ലെറ്റ്സ് ഗോ. നമ്മുടെ ഒരു ഡേ അങ്ങ് പോയിട്ടുണ്ട് ഗീസ്. ഓക്കെ, പോട്ടെ. നമ്മുടെ മണ്ടത്തരമാണ് ഗീസ്, അതുകൊണ്ട് വരില്ല. പെണ്ണും കൂടെ തലയിട്ട് സൂം ചെയ്യാൻ ഈ പാട്. താഴെ നമുക്ക് മേലോട്ട് പോകാം. നമുക്ക് കുത്തി അടിച്ച് താഴെ രണ്ട് കുത്തിയുണ്ട്. അവിടെ കുത്തിയുണ്ട്. കൊണ്ട് താഴോട്ട് ഈ കുടത്തിൽ നിന്ന് വെള്ളം എടുക്കാം അല്ലേ? നമുക്ക് ഇതുവഴി നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകില്ല. വീടിന് അതിൽ നിന്ന് നമുക്ക് ഫ്യൂസ് കിട്ടണമെങ്കിൽ ഫ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് അർത്ഥമല്ലേ. എവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പോകണം. ഓർമ്മയോടെ സ്ക്രീൻഷോട്ട് വേണം. പെണ്ണുമ്പുള്ള വഴി കിട്ടിച്ചു പരിപാടിയുണ്ട്. അമ്മോ, ജസ്റ്റ് ഞാനൊന്ന് പേടിച്ചു പോയി. അയ്യോ, ഞാനെന്തായാലും നമുക്കെന്തായാലും പോവാം. നേരെ പോവാം. അത് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മളെ സ്ക്രീൻഷോട്ട് മണ്ടൊക്കെ ഇങ്ങനെ കിടക്കണം. തലക്കൂട്ടില് ഉണ്ട കളഞ്ഞു. എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കും. നിങ്ങൾ തല നോക്കി അടിച്ചാൽ മതിയായിരുന്നു. ഒട്ടപ്പുറം കാണിക്കാണോ? നമുക്ക് തന്നെ നേരെ പോകുന്നു. ഞാൻ കല്ലൊക്കെ കളച്ചാക്കിയിട്ടെ കാണാൻ. അതെ,
ഞാനങ്ങനെ പെട്ലുക്കി കൊണ്ട് വെച്ചപ്പം എനിക്ക് കിട്ടിയത് ഈ ഒരു ഉണക്ക സാധനം. എന്തൊരു കഷ്ടമാണ് ഗീസ്. എനിക്ക് ആ കോബാർ കണ്ടുപിടിക്കാൻ പോകണം. ഞാൻ എന്തോ ചെയ്യും ഗീസ്. എന്തായാലും നമുക്ക് ഈ ക്രോബാർ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ക്ലാസ് പൊട്ടിക്കാം ഗീസ്. ഞാൻ ശബ്ദം ഉണ്ടെങ്കിലുണ്ട് പെണ്ണുപിള്ളി ഇങ്ങോട്ട് വരേണ്ടതാണ് ഗീസ്. പെണ്ണുപിള്ളി ഇവിടെ നിൽക്കാം. ശബ്ദമുണ്ട് ഓർഡറാ. പെണ്ണുപിള്ളി അങ്ങോട്ട് പോയി. അതൊക്കെ നേരോട്ട് പോകും. ഏറ്റവും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെണ്ണുപിള്ളക്ക് നമുക്ക് കൊടുക്കണം. അത് ഇവണങ്ങാണ്ടാണ് ഈ ചതിച്ചിട്ടത്. അത് കൊടുക്കുന്നത് നമുക്ക് സൂപ്പർ. അയ്യോ എടാ 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 നീ ക്ലീൻ ബാഗ് അടിക്കടാ. ഞാൻ ഈ പാലം കയറി പോകാൻ കഷ്ടം തോന്നി. നമ്മൾ ഈസിലാക്കി ഒരു കല്ല് കണക്ട് ചെയ്യേണ്ടി വന്നിട്ടേ ഇവിടെ ഒരു കല്ലുണ്ട്. കല്ലും കളക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി അടിച്ചു പൊട്ടിക്കുന്നു. നമ്മളെ കണ്ടുകൊണ്ടത് കഥറുണ്ട്. നമ്മളെ കൊണ്ടുവന്ന് തിരിച്ചു വരും പ്ലീസ്. അതാണ് ഈ റൂമിനകത്ത് പിടിച്ച നമ്മളെ കാപ്പി കോബാർ യൂസിറ്റീസ് ഇത് ലാസ്റ്റാണെന്ന് തോന്നുന്നു. ഇത് ലാസ്റ്റ് സാധനമാണെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ട് വെക്കുക. നേരെ ഇനി ഗേറ്റ് എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു. എടാ there is no electricity. പണി പാളി. ഇലക്ട്രിസിറ്റി അറിയാം ഉറപ്പ് എടുക്കുക. പിന്നെ താഴെ പോകണമല്ലോ. എന്നുമ്പോൾ എനിക്കറിയാം ഇവിടെ നിന്ന് വരും. ആണ് എനിക്കൊരു വരും. ഓവർ എടുക്കട്ടെ. ജനറേറ്റർ കേബിൾ ഇവിടെ പോയി ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് അതിന് ഷെഡ് കീ വേണോ? ഷെഡ് കീ ഇവിടെ കിട്ടും. പ്രശ്നമാണ് ഈ ജനറേറ്റർ കേബിൾ കിട്ടും. പക്ഷേ ഈ ഷെഡിന് കീ വേണം. എന്നാലും നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടത്തുള്ളൂ. പക്ഷേ ലിഫ്റ്റ് വർക്കാകുന്നുണ്ടല്ലോ. അതാണ് എന്താണ്
സംതിങ് ഫിഷീസ്. ആ സേഫ് കീ എവിടെ നിന്നറിയാം. ഞാനിപ്പോൾ എവിടെ പോയി തുറക്കുന്നത്? എനിക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്. പെണ്ണുമ്പിള്ള കണ്ടില്ലേ? പെണ്ണുമ്പിള്ള എനിക്ക് സമയമായി കാണുന്നില്ല. ശബ്ദം ഉണ്ടാക്കാം. പെണ്ണുമ്പിള ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, പെണ്ണുമ്പിള വരട്ടെ. യൂസ് ഓക്കെ. ഈ നമ്മളങ്ങനെ ക്രോബാർ എടുക്കുന്ന മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ് ജീസൊക്കെ. ഇത് നമുക്ക് ഇവിടുത്തെയാണ് തുറന്നു നോക്കാം. കൊട്ടത്തെയാണ് ഈ തേങ്ങക്കകത്ത് നിന്ന് എന്ത് തേങ്ങ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ അങ്ങനെ സേഫ്റ്റി എവിടെ യൂസ് ചെയ്യേണ്ടത്? അതാണ് എനിക്ക് ഐഡിയ കിട്ടാത്തത്. ആ സേഫ്റ്റി എവിടെ യൂസ് ചെയ്യുന്നത്? കിട്ടി. ഓക്കെ, ഷെഡിക്കും തപ്പിപ്പോയി എന്നെ പെണ്ണുമ്പോൾ അടിച്ചിട്ട് കഴിച്ച് അങ്ങനെ പരസ്യം കഴിഞ്ഞിട്ടുണ്ട്. ഡേ 3. അത് ഇല്ലെങ്കിൽ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആ ഷെഡിന് ചെയ്യുന്നത് എവിടെയാണോ? അപ്പം നമുക്ക് സേഫ്റ്റി കിട്ടിയിരുന്നു. ആ സേഫ്റ്റി എവിടെ യൂസ് ആക്കുന്നത്? എൻ്റെ ആ വെപ്പണില്ലാതായിട്ട് ഈ തെളിവുകളുണ്ടല്ലോ. തേങ്ങ ഈ സാധനം ഷെഡിക്ക് കാണാൻ എനിക്ക് ഷെഡിക്ക് കിട്ടുന്ന ആ സേഫ്റ്റിയുടെ വേണം നോക്കി കണ്ടിരിക്കണ്ടേ. സേഫ്റ്റി തന്നെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കിടപ്പുണ്ട് അവിടെ സേഫ്റ്റി. ആ മനസ്സിൻ്റെ അതോ ഇവിടെ അത് ഞാൻ ഏതെങ്കിലും മണ്ടത്തിട്ടില്ല. അത് സേഫ്റ്റി എവിടെയാണോ യൂസ് ചെയ്യേണ്ടത്? ചേച്ചി നമ്മൾ കാറ്റ് കത്തിച്ചേരുന്നല്ലോ. അത് ചേച്ചി അത് ഇതിൻ്റെ നമ്മൾ കിടപ്പുണ്ട് പറയാം. നമുക്ക് കാറ്റൊക്കെ തീയിട്ടിരിക്കുന്നു. മണ്ടക്കോട്ട് പോകാം. ഈ കാക്കയുടെ കയ്യിൽ എന്തോ ഒരു കീ ഇരിപ്പുണ്ട്. ഇത് അതാണ് ഷെഡ് കീ. നോക്കട്ടെ. ആ ഷെഡ് കിട്ടി. നമുക്ക് ഈ ഷെഡ് ഓപ്പൺ ആക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നമ്മുടെ അതില്ലേ ജനറേറ്ററിൻ്റെ സംഭവം മറ്റേ ആ ജനറേറ്റർ അത് തന്നെ വയർ കിട്ടി. ആ സമയം ഇവിടെ കൂടി യൂസ് ചെയ്യാൻ മതി. അറിയാം ഇതാണ് നമുക്ക് ആ സാധനം വേണ്ട. നമുക്ക് ആ സാധനം കൊണ്ട് ഇവിടെ വെക്കാൻ കഴിയും. ഇതൊക്കെ ഇവിടെ പക്ഷെ എനിക്ക് നേരെ പോയിട്ട് ആ സാധനം കൊടുക്കേണ്ടി വരാം. ചെല്ലുമ്പോൾ പേടി വേണം.
ജയിക്കണമെന്നുണ്ട് പേരെടുക്കാം. ഞാനിപ്പോൾ എന്തിനാണ് മണ്ടക്കോട്ട് കയറി, എന്തിനാണ് ഞാനിപ്പോൾ മണ്ടക്കോട്ട് കയറി, ഞാൻ വെറുതെ മണ്ടക്കോട്ട് കയറി. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റ് വഴി നമുക്ക് മണ്ടക്കോട്ട് പോകാം. പോട്ടെ അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആക്കി. ഇടയ്ക്ക് ഗെയിമൊക്കെ ഒന്ന് ബഗ്ഗായിരുന്നു. പെണ്ണുമ്പിള്ള വെറുതെ നമ്മുടെ വിളിച്ചു ഇത് നോക്കി ഇലക്ട്രിസിറ്റി കിട്ടിയത്. നിങ്ങൾക്ക് ഇനിയൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി പോയിട്ട് ആ ഗേറ്റിന് ഓപ്പണായി കൊടുത്താൽ മാത്രം മതി. Let's go. Finally, the Granny 3 chapter escaped, guys. Finally escape. Hello Granny, എന്താണ് പെണ്ണുപിള്ളേ? എത്ര നേരം എടുത്തെന്നറിയാം ഗീസ് ഗെയിം ഇത് കംപ്ലീറ്റ് ആക്കാം ഗീസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ആട് പറഞ്ഞുകൊണ്ട് ഫൈനലി നമ്മളങ്ങനെ ഗെയിം തീർന്നിട്ടുണ്ട് ഗേസ്. ഇനി നിങ്ങൾക്ക് ഗ്രാനിയുടെ ഒരുമിച്ച് വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗേസ്. ഓക്കെ, ഇനി അടുത്ത എസ്കേപ്പ് എന്തുവേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രെയിൻ എസ്കേപ്പ് ഉണ്ട്, ട്രെയിൻ എസ്കേപ്പും ഗേറ്റ് എസ്കേപ്പും മാത്രമേ ഉള്ളൂ ഗേസ്. ഓക്കെ, ഇനി ട്രെയിൻ എസ്കേപ്പാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അപ്പം കുറേ പേര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ്. ഓക്കെ, പവറാക്കുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, ഷെയറൊക്കെ ചെയ്ത് നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗേസ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കണ്ടാലും നമുക്ക് വീഡിയോസ് ഇനി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ബൈ ഗേസ്.